Dear students, welcome all to the new episode of Application of Derivatives. In the last video, we already learned what is rate of change of quantity and the problems relating rate of change of quantities. I hope all of you understood that session and study well. Today, we are going to discuss the next application of derivative, that is increasing and decreasing function. When we say that a function is increasing, let's see. Consider some graphs. You can see some graphs on the board, especially 5 graphs. Consider first 2 graphs. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? നോക്കൂ, ഒരു കുട്ടി പട്ടം പറപ്പിക്കുന്ന പോലെയാണിത്. ഇതിങ്ങനെ പട്ടം മുകളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക? ആ പട്ടം ഇൻക്രീസിങ് ആണ്, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയൂലേ? ഇത് തന്നെയാണ് മാത്സിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ കൂടുന്തോറും വൈ വാല്യൂ ഇങ്ങനെ കൂടിക്കൂടി പോകുന്നു, മുകളിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ ഗ്രാഫ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്, ഓർ ഇൻക്രീസിങ് ആണെന്ന് പറയാം. രണ്ടാമത്തതോ, ഇവിടെ ഒരു ഭാഗത്ത് അത് ഇൻക്രീസിങ് ആണ്, അടുത്ത ഭാഗത്തും ഇൻക്രീസിങ് ആണ്, അതിൻ്റെ നടുക്കുള്ള ഒരു ഭാഗമുണ്ട് അല്ലേ, ഒരു മിഡിൽ പോർഷൻ. അവിടെ എന്താണ്? ഗ്രാഫ് ഇൻക്രീസിങ് അല്ല, മുകളിലേക്കും അല്ല താഴേക്കും അല്ല, അതൊരു പാരലലായിട്ട് പോകുന്നു, എക്സ് ആക്സിന് പാരലലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? താഴേക്ക് വരുന്നില്ല, ബാക്കി 2 ഭാഗം മുകളിലേക്ക് ആയതുകൊണ്ട് ഇതും എന്താണ്? ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഈ 2 ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്നാമത്തെ ഗ്രാഫിലെ എല്ലാ പോയിന്റ്സിലും ഇൻക്രീസിങ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. എന്താ വാക്ക്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. എന്നാൽ രണ്ടാമത്തതോ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ല, എന്നാൽ അത് വെറും ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ പറയുന്നത് ഇൻക്രീസിങ് എന്ന് മാത്രമാണ്. ഒന്നാമത്തത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, രണ്ടാമത്തത് എന്താണ്? ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. എന്നാൽ തേർഡും ഫോർത്തും ഗ്രാഫ് നോക്കൂ. തേർഡ് ഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് എല്ലാ പോയിന്റ് എടുത്താലും അത് താഴേക്കല്ലേ വരുന്നത്? കയറ് പൊട്ടിയ പട്ടം പോലെ അത് താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. താഴേക്ക് വരുന്നതിനെ നമ്മൾ കുതിച്ചുയരാന്നൊക്കെ പറയുമോ? ഇല്ല, അത് നിലം പറ്റി വീഴുകയാണ് ചെയ്യുന്നത്, അത് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്നത് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നാണ്. എല്ലാ പോയിന്റ്സിലും ഡിക്രീസിങ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്നത് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. എന്താ പേര്? സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഫോർത്ത് ഗ്രാഫിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ഡിക്രീസിങ് ആണ്. ഫസ്റ്റ് പാർട്ട് ക്ലിയർലി ഡിക്രീസിങ്, ലാസ്റ്റ് പോർഷനും ക്ലിയർലി ഡിക്രീസിങ്. എന്നാൽ ഈ മിഡിൽ പോർഷൻ വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഫസ്റ്റ് പോർഷനും ലാസ്റ്റ് പോർഷനും സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങുമാണ്. അതിൻ്റെ മിഡിൽ പോർഷനിൽ ഇൻക്രീസിങ് അല്ലാത്തതുകൊണ്ട് ഇത്തരം ഗ്രാഫിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു ഡിക്രീസിങ് ഫംഗ്ഷൻ. തേർഡ് എന്തായിരുന്നു? സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഫോർത്ത് എന്താണ്? ഡിക്രീസിങ് ഫംഗ്ഷൻ, ഡിക്രീസിങ് ഫംഗ്ഷൻ. എന്നാൽ ഫിഫ്ത്ത് ഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് അതെന്താണ്? ഇൻക്രീസിങ് ആണോ? കുറച്ച് ഭാഗം ഇൻക്രീസിങ് ആണ്, കുറച്ച് ഭാഗം ഡിക്രീസിങ്, പിന്നെയും കുറച്ച് ഭാഗം ഇൻക്രീസിങ് അല്ലേ? ഇങ്ങനെ മൊത്തത്തിൽ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ അല്ല എങ്കിൽ അതിനെ നമ്മൾ നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്നാണ് പറയുന്നത്. അത് ഇൻക്രീസിങ് ഫംഗ്ഷനുമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, എന്നാൽ ഡിക്രീസിങ് ഫംഗ്ഷനുമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സച്ച് ഗ്രാഫ്സ് ആർ കോൾഡ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഫംഗ്ഷൻസ്. ഓർത്ത് വെച്ചൂടെ? ഇങ്ങനെ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ എല്ലാ ഫംഗ്ഷൻ്റെയും ഗ്രാഫ് വരയ്ക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ ലാബ് വർക്കൊക്കെ പഠിക്കുന്നുണ്ട്, ജിയോജിബ്രയിലൊക്കെ വരയ്ക്കാൻ പറ്റും. എന്നാൽ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഗ്രാഫ് വരച്ചു കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഗ്രാഫ് വരയ്ക്കാതെ, അതായത് ഒരു ആൾജിബ്രൈക് മെത്തേഡും കൂടി നമ്മൾ കണ്ടെത്തണം. ലെറ്റ്സ് സീ വാട്ട്സ് ദ ആൾജിബ്രൈക് മെത്തേഡ്സ് ഫോർ ഫൈൻഡിങ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാതെ തന്നെ ആൾജിബ്രൈക്കലി ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് ഗ്രാഫ് നമ്മൾ എടുക്കുന്നു. ഗ്രാഫ് എന്ന് വ്യക്തമാണ്, അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. x0 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു ഡൊമൈനിൽ. ആ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെൽ i എടുക്കുന്നു. ഏതെങ്കിലും ഒരു ഇൻ്റർവെൽ എടുത്തു.
ആ ഇൻ്റർവെല്ലിലുള്ള രണ്ട് വാല്യൂസാണ് x1 x2 ആൻഡ് x1 ആർ എനി ടു പോയിൻറ്റ്സ് ഇൻ ദി ഇൻ്റർവെൽ ഐ. ഈ x1ഉം x2ഉം എവിടെയുള്ള പോയിൻറ്റ്സ് ആണ്? ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ, അതായത് ഫംഗ്ഷൻ്റെ ഡൊമെയിനിലുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ്. എന്തായിരുന്നു x1ഉം x2ഉം തമ്മിലുള്ള റിലേഷൻ? ഇത് എക്സ് ആക്സിലുള്ള പോയിന്റ് ആണ്. എക്സ് ആക്സിലെ റൈറ്റ് സൈഡിലുള്ള പോയിന്റ് ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റിനേക്കാൾ വലുതായിരിക്കും. ദാറ്റ് ഈസ് x1 ഗ്രേറ്റർ ദാൻ x2 ആണ്. ക്ലിയർ? ഇത്രയും കാര്യം ക്ലിയർ ആണോ മക്കളെ? യെസ്. ഇനി നോക്കൂ, x2 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് f ഓഫ് x2. x1 എന്ന പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് f ഓഫ് x1. ഈ f ഓഫ് x1 എന്ന് പറയുന്നതും f ഓഫ് x2 എന്ന് പറയുന്ന പോയിന്റ്സും y ആക്സിലെ പോയിന്റ്സ് അല്ലേ? y ആക്സിലെ ഏത് പോയിന്റ് എടുത്താലും മുകളിലേക്ക് പോകുന്ന പോയിന്റ്സ് താഴെയുള്ളതിനേക്കാൾ വലുതല്ലേ? ഇവിടെ അപ്പർ സൈഡിൽ കിടക്കുന്നത് f ഓഫ് x1 ആണ്. അപ്പോൾ എന്ത് പറയാം? f ഓഫ് x1 ഗ്രേറ്റർ ദാൻ f ഓഫ് x2 അല്ലേ ഫിഗറിൽ? ആണോ? യെസ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡൊമെയിനിലുള്ള രണ്ട് പോയിന്റ്സ് x1 x2 എടുത്തു. എങ്ങനെയുള്ളത്? x1 ഗ്രേറ്റർ ദാൻ x2 ആകുന്ന സമയത്ത് വിച്ച് ഇംപ്ലൈസ് f ഓഫ് x1 ഗ്രേറ്റർ ദാൻ f ഓഫ് x2 കിട്ടുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവാനുള്ള കണ്ടീഷനാണ് x1 ഗ്രേറ്റർ ദാൻ x2 ഇംപ്ലൈസ് f ഓഫ് x1 ഗ്രേറ്റർ ദാൻ f ഓഫ് x2 ആയിരിക്കണം. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് എന്തും പറയാം. ഈ x1 x2 എന്ന് പറയുന്ന പോയിന്റ് ഇതേ ഓർഡറിൽ തന്നെ വേണമെന്നില്ല. ഇതാ ഇവിടെ x1ഉം ഇത് x2 എടുത്തു. ഇതാ ഈ റൗണ്ട് ചെയ്ത പോയിന്റാണ് x1 x2. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിട്ട് മാറുന്നു? f ഓഫ് x1 ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറുന്നു? f ഓഫ് x2. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? x1 ലെസ് ദാൻ x2 അല്ലേ? ആ സമയത്ത് ആരാണ് മുകളിലുള്ളത്? f ഓഫ് x2 ആണ് മുകളിൽ. ആരാ താഴെ ഉള്ളത്? f ഓഫ് x1. താഴെ വരുന്നത് ചെറുതാണ്. f ഓഫ് x1 ലെസ് ദാൻ f ഓഫ് x2. ഇതും എന്തിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പോൾ ഇവിടെ ഡൊമെയിനിലുള്ള പോയിന്റ്സിൽ എന്താണോ റിലേഷൻ വരുന്നത് അതേ റിലേഷൻ ഫംഗ്ഷൻ്റെ വാല്യൂയിലും വരികയാണെങ്കിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. x1 ഗ്രേറ്റർ ദാൻ x2 ഇംപ്ലൈസ് f ഓഫ് x1 ഗ്രേറ്റർ ദാൻ f ഓഫ് x2. x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് f ഓഫ് x1 ലെസ് ദാൻ f ഓഫ് x2 ആണെങ്കിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. എന്നാൽ രണ്ടാമത്തെ ഗ്രാഫിലേക്ക് വരുമ്പോൾ ഗ്രാഫ് നമുക്കറിയാം ഇത് വെറും ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഭാഗത്തുള്ള ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും x1 ഗ്രേറ്റർ ദാൻ x2 ആണെങ്കിൽ f ഓഫ് x1 ഗ്രേറ്റർ ദാൻ f ഓഫ് x2 ആയിരിക്കും. എന്നാൽ ഈ ഒരു ഭാഗം മിഡിൽ പോർഷനിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏത് രണ്ട് x1 x2 എടുത്താലും x1 x2 ഇതാ എടുക്കുന്നു. ആ സമയത്ത് x1 ലെസ് ദാൻ x2 ആണ്. ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ കിട്ടുന്നത്? f ഓഫ് x1 ഈക്വൽ ടു f ഓഫ് x2 അല്ലേ? ബാക്കി രണ്ട് ഭാഗത്തും x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f ഓഫ് x1 ലെസ് ദാൻ f ഓഫ് x2 ആണെന്ന് ഫസ്റ്റ് ഗ്രാഫ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇതിൻ്റെ മിഡിൽ പോർഷനിൽ എത്തുന്ന സമയത്ത് x1 ലെസ് ദാൻ x2 ആണെങ്കിലും x1 ഗ്രേറ്റർ ദാൻ x2 ആണെങ്കിലും f ഓഫ് x1 ഈക്വൽ ടു f ഓഫ് x2 അല്ലേ? അപ്പോൾ അത് കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്തു പറയാം? x1 ഗ്രേറ്റർ ദാൻ x2 ഇംപ്ലൈസ് f ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f ഓഫ് x2. ഈ ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ ഈക്വൽ ടു വരുന്നില്ല. വെറും ഇൻക്രീസിങ് ആണെങ്കിൽ എന്തുണ്ടായിരിക്കും? വാല്യൂല് ഈക്വൽ ടു വരും. ഓർത്ത് വെച്ചൂടെ? ഇനി നമുക്കിതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെക്കാം. ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്. നോട്ടിൽ നീറ്റായിട്ട് എഴുതണം, പഠിച്ചു വെക്കുക, കളർ പെൻ ഉപയോഗിച്ച് എഴുതാം. എന്തായിരുന്നു? എ റിയൽ ഫംഗ്ഷൻ f ഈസ് നമ്പർ 1 സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇഫ് x1 ഗ്രേറ്റർ ദാൻ x2 ഇംപ്ലൈസ് f ഓഫ് x1 ഗ്രേറ്റർ ദാൻ f ഓഫ് x2. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഡൊമെയിനിലുള്ള നമ്പേഴ്സിൽ എന്താണോ റിലേഷൻ അത് തന്നെ ഫംഗ്ഷൻ്റെ വാല്യൂയിലും വരികയാണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് ഓർ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇനി രണ്ടാമത്തെ കേസ് ഇൻക്രീസിങ് ഇഫ് x1 ഗ്രേറ്റർ ദാൻ x2 ഇംപ്ലൈസ് f ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f ഓഫ് x2. ഇതേ സിമ്പിൾ തന്നെ വരുന്നു. ഈക്വൽ ടു കൂടി വന്നാൽ വെറും ഇൻക്രീസിങ് ആണ്.
ഇനി ഡിക്രീസിങ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഡൊമെയിനിലെ വാല്യൂസിലുള്ള സിമ്പൽ എന്താണോ അത് ഓപ്പോസിറ്റ് ആയിട്ട് വാല്യൂസ് ഫംഗ്ഷൻ്റെ വാല്യൂവിൽ വരികയാണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഇഫ് x1 ഗ്രേറ്റർ ദാൻ x2 ഇംപ്ലൈസ് f of x1 ലെസ് ദാൻ f of x2. കണ്ടോ, ഇവിടെ ഗ്രേറ്റർ ദാൻ ആയപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ലെസ് ദാൻ ആയിട്ട് മാറി. ലാസ്റ്റ് വൺ, ഡിക്രീസിങ് ഇഫ് x1 ഗ്രേറ്റർ ദാൻ x2 ഇംപ്ലൈസ് f of x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x2. വെറും ഡിക്രീസിങ് ആവുമ്പോൾ ഈക്വൽ ടു വേണം, ഡൊമെയിനിൽ ഗ്രേറ്റർ ദാൻ ആയപ്പോൾ വാല്യൂലെത്തുമ്പോൾ ലെസ് ദാൻ ആണ്, വെറും ഡിക്രീസിങ് ആയതുകൊണ്ട് ഈക്വൽ ടു കൂടി വന്നു. ഓർത്ത് വെച്ചൂടെ, നീറ്റായിട്ട് എഴുതൂ മക്കളെ. എക്സാമ്പിൾ, ഷോ ദാറ്റ് f of x is equal to 2x plus 1 is an increasing function on R. ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് കാണിക്കണം. ഇൻക്രീസിങ് ഫംഗ്ഷൻ നമുക്കറിയാം, x1 ഗ്രേറ്റർ ദാൻ x2 ഇംപ്ലൈസ് f of x1 ഗ്രേറ്റർ ദാൻ f of x2 എന്ന് കിട്ടിയാൽ മതി. ഇതല്ലേ വേണ്ടത്? നോക്കൂ, ലെറ്റ് x1 ഗ്രേറ്റർ ദാൻ x2, where x1 and x2 be any two numbers on its domain which implies. എന്താ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? 2x അല്ലേ? ഈ ഇനിക്വാലിറ്റിയുടെ രണ്ട് സൈഡ് ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2x1 2x2 എന്ന് കിട്ടും. നോക്കുക, ഒരേ പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനിക്വാലിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല എന്ന് ഫസ്റ്റ് ഇയറിലെ ലീനിയർ ഇനിക്വാലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചു. അതുകൊണ്ട് 2x1 ഗ്രേറ്റർ ദാൻ 2x2 എന്ന് എഴുതാം. ഇനി നമുക്ക് വേണ്ടേ രണ്ട് സൈഡും 1 ആഡ് ചെയ്യണം. ഒരേ നമ്പർ ആഡ് ചെയ്താലും സബ്ട്രാക്റ്റ് ചെയ്താലും ഇനിക്വാലിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല എന്ന്, ഡസ് നോട്ട് എഫക്ട് ദ ഇനിക്വാലിറ്റി എന്ന് ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. അപ്പോൾ എന്ത് വരുന്നു? 2x പ്ലസ് 1 2x1 പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 2x2 പ്ലസ് 1. 2x1 പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 2x2 പ്ലസ് 1. ഇതാ 2x1ൻ്റെയും 2x2ൻ്റെയും രണ്ട് സൈഡിലും 1 ആഡ് ചെയ്തു. ഒരേ നമ്പർ ആഡ് ചെയ്താലും ഇനിക്വാലിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നില്ല. 2x പ്ലസ് 1 എന്ന് പറയുന്നത് എഫ് എക്സ് ആണെങ്കിൽ 2x1 പ്ലസ് 1 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് 1ഉം 2x2 പ്ലസ് 1 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് 2 അല്ലേ? അപ്പോൾ എന്ത് കിട്ടുന്നു? x1 ഗ്രേറ്റർ ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2. ഇതാ ഡൊമെയിനിലുള്ള വാല്യൂസിൽ കൊടുത്ത അതേ സിമ്പിൾ ഫംഗ്ഷൻ്റെ വാല്യൂയിലും കിട്ടുന്നത്. ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ക്ലിയർ? വേഗം എഴുതി വെക്കൂ. വെരി സിമ്പിൾ വൺ. ഇനി നോക്കുക, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആയൊരു ഫംഗ്ഷനാണ്. ഇനി അത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആവുന്ന സമയത്ത് എന്താണ് കണ്ടീഷൻ വരുന്നത് നോക്കുക. ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് നമുക്കറിയാം ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് ഇൻക്രീസിങ് ആണ്. ഇതിൽ ഏതൊരു പോയിന്റിൽ ടാൻജൻറ്റ് വരച്ചാലും ആ ടാൻജൻറ്റ് എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഒരു അക്യൂട്ട് ആംഗിൾ അല്ലേ? 90ലും കുറവല്ലേ? ഒരു അക്യൂട്ട് ആംഗിളിൻ്റെ ടാൻ വാല്യൂ എടുത്താൽ അതെല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ അല്ലേ കിട്ടുന്നത്? ശരിയല്ലേ? 90ലും കുറവെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിലാണ്. ഫസ്റ്റ് ക്വാർട്ടറിലെ ഓൾ ആർ പോസിറ്റീവാണ്. അതുകൊണ്ട് ടാൻ തീറ്റ പോസിറ്റീവാണ്. ടാൻ തീറ്റ എന്ന് പറയുന്നതായിരുന്നു അതിൻ്റെ ഡെറിവേറ്റീവ് dy/dx. അപ്പോൾ dy/dx ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞൂടെ? dy/dx എന്നതിനെ തന്നെയാണ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞൂടെ? ഗ്രാഫിലേക്ക് വന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഒരു ഗ്രാഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവാനുള്ള കണ്ടീഷൻ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാൽ പോരെ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഇനി എന്ത് വരുന്നു? എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് അത് ഇൻക്രീസിങ് ആണ്. ഈക്വൽ ടു കൂടി വരുന്നുണ്ട് വെറും ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവാനുള്ള കണ്ടീഷൻ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എന്നാൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് എന്ന് പറയാം. ക്ലിയർ? സെക്കൻഡ് ഗ്രാഫിലേക്ക് വരുന്നു. ഇത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്.
ഇതിലെ ഏതൊരു പോയിന്റിലുള്ള ടാൻജൻറ്റ് വരച്ചാലും എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന പോസിറ്റീവ് ഡയറക്ഷനിലുള്ള ആംഗിൾ അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ തീറ്റ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആണ്. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ അത് 90ലും കൂടുതലാണ്. സെക്കൻഡ് ക്വാർട്ടറിലാണ് വരുന്നത്. സെക്കൻഡ് ക്വാർട്ടറിലുള്ള ഒരു വാല്യൂ എടുത്താൽ ടാൻ നെഗറ്റീവ് ആണ്. ഇവിടെ ടാൻ തീറ്റ നെഗറ്റീവ് ആണെന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവാനുള്ള കണ്ടീഷൻ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കണം. എന്നാൽ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. ഓർത്ത് വെച്ചൂടെ ഈ 4 കാര്യം? ഇത് നമുക്കിനി ഒന്ന് നോട്ടായിട്ട് എഴുതി വെക്കാം. ഡെറിവേറ്റീവ് ഉപയോഗിച്ച് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഫോർമൽ നോട്ടാണ്. നോട്ട്ബുക്കിൽ നീറ്റായിട്ട് എഴുതി വെക്കണം. ലെറ്റ് എഫ് ഈസ് എനി കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ദെൻ നമ്പർ 1 എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇഫ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0. നമ്പർ 2 എഫ് ഈസ് ഇൻക്രീസിങ്, സ്ട്രിക്ട്ലി പോയി, ഇൻക്രീസിങ് ഇഫ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Third one, f is strictly decreasing if, strictly decreasing if f dash x less than 0. And number 4, f is decreasing if f dash x less than or equal to 0. ഓർത്ത് വെക്കണം, പോസിറ്റീവ് ആകുന്ന സമയത്ത് ഇൻക്രീസിംഗ് ആണ്, ഈക്വൽ ടു ഇല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്, ഈക്വൽ ടു വരുന്നുണ്ടെങ്കിൽ നോർമൽ ഇൻക്രീസിംഗ്. നെഗറ്റീവ് ആണെങ്കിൽ, ലെസ് ദാൻ ആണെങ്കിൽ ഡിക്രീസിംഗ് ആണ്, ഈക്വൽ ടു ഇല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്, ഈക്വൽ ടു വരുന്നുണ്ടെങ്കിൽ വെറും ഡിക്രീസിംഗ്. ഓർത്ത് വെച്ചൂടെ, പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിംഗ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിംഗ്. എന്താ ഓർത്ത് വെക്കണ്ടേ? പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിംഗ്, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിംഗ്. Question number 2. Show that the function f given by f of x is equal to x cube minus 3x square plus 4x, x belongs to R, x is any real number, is strictly increasing on R. What do you mean by strictly increasing? We have to show that its first derivative f dash x greater than 0. We have to show that f dash x greater than 0. ഇതാണ് നമുക്ക് വേണ്ടത്. എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും എഫ് ഡാഷ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് എല്ലായ്പ്പോഴും ഒരു നോൺ നെഗറ്റീവ് നമ്പർ, ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് കാണിക്കണം. ഇതായിരുന്നു വേണ്ടത്. ഇതെന്താ കുട്ടികൾ തെറ്റിക്കുക? എക്സിന് ഏതെങ്കിലും 2 വാല്യൂസ് കൊടുത്ത് കണ്ടുപിടിക്കും. അങ്ങനെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു എക്സാമ്പിൾ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയല്ലാതെ പ്രൂവ് ചെയ്യേണ്ടത്, ഒരു റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എല്ലാ റിയൽ നമ്പറിലും ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ നിങ്ങൾ റിഫ്ലെക്സിവിറ്റി, സിമ്മട്രി, ട്രാൻസിറ്റിവിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട്. യെസ് എന്ന് പ്രൂവ് ചെയ്യാൻ ജനറലായിട്ട് നമ്മൾ ചെയ്യണം. നോ എന്ന് പറയണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. കണ്ടതല്ലേ? അതുപോലെയാണ് ഇവിടെയും ചെയ്ത് തുടങ്ങേണ്ടത്. എക്സാമ്പിൾ എടുത്തിട്ട് കാര്യമില്ല, ജനറലായിട്ട് പറയണം. എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 4x. വാട്ട്സ് ഇറ്റ്സ് ഡെറിവേറ്റീവ്? എഫ് ഡാഷ് എക്സ്. Derivative of x cube is 3x square minus derivative of x square is 2x. Then 3x square become 3 into 2x, that is 6x plus 4. 4x in the derivative 4. That's equal to 3x square minus 6x plus 3 plus 1. 4 ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു, 3 plus 1. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാരണം ഈ ഫസ്റ്റ് 3 ടേംസ് എന്ന് ഒരു 3 കോമൺ ആയിട്ട് എടുക്കാം. That's equal to 3 into x square minus 2x plus 1 plus 1. What is x square minus 2x plus 1? It is clear that x minus 1 whole square. That is 3 into x minus 1 whole square plus 1. That is f dash x. ഇതുവരെ മനസ്സിലായോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ മക്കളെ? ഇനി നോക്കൂ, ഇത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. നോക്കൂ, ഒരു റിയൽ നമ്പറിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, സ്ക്വയർ ഓഫ് എനി റിയൽ നമ്പർ, ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കാം. ഒരിക്കലും അതൊരു നെഗറ്റീവ് നമ്പർ ആകുന്നില്ല. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും.
അപ്പോൾ ഇവിടെയും എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 0നേക്കാൾ വലിയ ഒരു നമ്പർ പോസിറ്റീവ് നമ്പറാണ്. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ 0 ആകുന്ന സമയത്ത് +1 കൊടുത്താലും അത് 0 അല്ല, ഒരു +1 പോസിറ്റീവ് നമ്പറായിട്ട് മാറി. ഇനി ഇതൊരു പോസിറ്റീവ് നമ്പർ ആകുന്ന സമയത്ത് പോസിറ്റീവ് നമ്പർ +1 ചെയ്താലും അതൊരു പോസിറ്റീവ് നമ്പർ തന്നെയാണ്. അതായത് +1 ഉള്ളത് കൊണ്ട് ഇതൊരിക്കലും എന്താവുന്നില്ല, ഈക്വൽ ടു 0 ആകുന്നില്ല. എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും f' ഗ്രേറ്റർ ദാൻ 0 ആണ്. എക്സാമിന് എഴുതുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നും കൂടി പറയാം. ഒരു റിയൽ നമ്പറിൻ്റെ സ്ക്വയർ ഒന്നെങ്കിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആവാം. ഇനി സ്ക്വയർ 0 ആകുന്ന സമയത്ത് സ്ക്വയർ, ഇതിനെയാണ് ഞാൻ മൊത്തത്തിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത്. സ്ക്വയർ 0 ആകുന്ന സമയത്ത് 0 + 1 ആണ്, അത് 1 ആണ്, ഒരു പോസിറ്റീവ് നമ്പറാണ്. ഇനി സ്ക്വയർ ഒരു പോസിറ്റീവ് നമ്പർ ആകുന്ന സമയത്ത് പോസിറ്റീവ് നമ്പർ +1 എന്ന് പറഞ്ഞാൽ വീണ്ടും അതൊരു പോസിറ്റീവ് നമ്പറാണ്. അതായത് f' ഒരിക്കലും 0 ആകുന്നില്ല, എല്ലായ്പ്പോഴും അത് 0നേക്കാൾ വലിയൊരു നമ്പറാണ്, ഗ്രേറ്റർ ദാൻ 0. Therefore f(x) is strictly increasing on set of real numbers R. ഐഡിയ കിട്ടിയോ? വേഗം എഴുതി വെക്കൂ. എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2 മാർക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ f(x) is equal to 3x plus 17 is strictly increasing on R. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കല്ലേ. എന്താ വേണ്ടേ? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഷോ ദാറ്റ് f' ഗ്രേറ്റർ ദാൻ 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് നമ്പർ ആണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. എന്തായിരുന്നു ഇവിടെ f(x) എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 3x plus 17. Then what is f'(x)? That's equal to 3. 3xന്റെ ഡെറിവേറ്റീവ് 3, 17ന്റെ ഡെറിവേറ്റീവ് 0, കോൺസ്റ്റന്റ് 3. എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും f'(xന്റെ വാല്യൂ 3 ആണ്. ആ 3 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. ഫോർ എനി റിയൽ നമ്പർ x, f'(x) ഈസ് ഗ്രേറ്റർ ദാൻ 0. Therefore f(x) ഈസ് സ്ട്രിക്ട്ലി increasing on R. Clear? Very simple one. Okay, copy it. To next question. Question number 4. Prove that the function given by f(x) is equal to cos x is number 1 strictly decreasing on open interval 0 pi. Question number 2 strictly increasing on open interval pi 2 pi. Question number 3 neither increasing nor decreasing on open interval 0 to pi. ഇതുവരെ നമ്മൾ ആൾജിബ്രൈക് ഫംഗ്ഷനാണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് വരുന്നത്. ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ സൈൻ അതിൻ്റെ ക്വാഡ്രൻറ്റിനനുസരിച്ചാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ തരുന്ന ഇൻ്റർവെൽ ഏത് ക്വാഡ്രൻറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് വേണം അതിൻ്റെ സൈൻ ഡിഫൈൻ ചെയ്യാൻ. അതുമാത്രമേ ഉള്ളൂ ഈ ചോദ്യത്തിൽ വരുന്ന ഒരു ഡിഫറൻസ്. ലെറ്റ്സ് സീ ദ ആൻസർ. Given that f(x) is equal to cos x, what's the derivative of cos x minus sin x? That is f'(x) is equal to minus sin x. എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? x belongs to 0 pi. x belongs to open interval 0 pi. What do you mean by 0 pi? 0 to pi. That is first and second quadrant. X is either in first quadrant or in second quadrant. We know that in first quadrant all trigonometric functions are positive. In second quadrant sin is positive. That is in first and second quadrant sin x is positive. That is sin x greater than 0. If x belongs to open interval 0 pi, sin x greater than 0. Sin x greater than 0 means minus sin x less than 0. What do you mean by minus sin x? f'(x). That is f'(x) less than 0 if x belongs to open interval 0 pi. If f'(x) is less than 0 means the function f(x) is strictly decreasing.
That is the next step. Therefore, f of x is strictly decreasing on open interval 0 pi. അതല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? ഓക്കെ, വേഗം എഴുതി വെക്കൂ. ഇതിലെ സെക്കൻഡ് പാർട്ടിലേക്ക് മൂവ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഓപ്പൺ ഇൻ്റർവെൽ പൈ ടു പൈ. ഏതാണ് ഓപ്പൺ ഇൻ്റർവെൽ പൈ ടു പൈ? പൈ മുതൽ 2π വരെ. ഏതൊക്കെ ക്വാഡ്രൻറ്റ് വരുതാ? പൈ ടു 2π. തേർഡ് ക്വാഡ്രൻറ്റും ഫോർത്ത് ക്വാഡ്രൻറ്റും. In third quadrant, tan is positive. In fourth quadrant, cos is positive. നമുക്ക് എന്താ വേണ്ടത്? സൈൻ. തേർഡ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലും സൈൻ എക്സ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ എന്ത് പറയാം? എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ പൈ ടു പൈ, സൈൻ എക്സ് ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് എന്നതിൻ്റെ മാത്തമെറ്റിക്കൽ ഫോമാണ് ലെസ് ദാൻ 0. സൈൻ എക്സ് ലെസ് ദാൻ 0. Therefore, minus sin x greater than 0. രണ്ട് സൈഡ് നെഗറ്റീവ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു. മൈനസ് സൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നതാണ് എഫ് ഡാഷ് എക്സ്. ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇഫ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ പൈ ടു പൈ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. That is, or therefore, f of x is strictly increasing on open interval pi to pi. ഇതല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് തേർഡ് വളരെ സിമ്പിളാണ്. എന്തായിരുന്നു പറയുന്നത്? ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻറ്റും എടുത്താൽ അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. തേർഡും ഫോർത്തും എടുക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് 0 മുതൽ 2π വരെ എടുക്കുമ്പോൾ പകുതി ഭാഗത്ത് ഡിക്രീസിങ്ങും ബാക്കി പകുതി ഭാഗത്ത് ഇൻക്രീസിങ്ങും ആയതുകൊണ്ട് മൊത്തത്തിൽ ഫംഗ്ഷന് നാച്ചർ പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore, f of x is neither increasing nor decreasing on open interval 0 to π. കണ്ടോ? ഫസ്റ്റും സെക്കൻഡും ഉപയോഗിച്ചിട്ടാണ് തേർഡിൻ്റെ ആൻസർ നമ്മൾ എഴുതുന്നത്. ഫസ്റ്റിൽ പറഞ്ഞു പകുതി ഭാഗത്ത് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, സെക്കൻഡിൽ പറയുന്നു പകുതി ഭാഗത്ത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് മൊത്തത്തിലെടുത്താൽ 0 മുതൽ 2π വരെ എടുത്താൽ ദാ ഇവിടെ നിന്ന് തുടങ്ങുന്നു. 0 മുതൽ 2π വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഈസ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. ക്ലിയർ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേഗം എഴുതി വെക്കുക. Let's wind up today's class here. Today we learned what is an increasing and decreasing function and different methods to find increasing or decreasing functions. I hope all of you understood the topic. The more problems we'll discuss in coming videos. Stay home, be safe. Thank you for watching my videos. Thank you.